ഹായ് ഹലോ നമ്മൾ ഇന്നൊരു ചെറിയ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ചിട്ടാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ഇങ്ങനെ മെസ്സേജ് വരും. ചില ആളുകൾ ഈ ഏഞ്ചൽ നമ്പർ എന്തിനാണ് കാണുന്നതെന്ന് അറിയില്ല, ഞാൻ എപ്പോഴും ഈ നമ്പർ കാണുന്നുണ്ട്, ഇതിൻ്റെ മീനിങ് എന്താണ്, ഞാൻ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ ഏഞ്ചൽ നമ്പർ കാണുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട്. അതായത് നമ്മൾ എന്തിനാണ് ഏഞ്ചൽ നമ്പർ കാണുന്നത് എന്നുള്ളത് ചിലർക്ക് അറിയില്ല, അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളതും അറിയില്ല. അപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ഏഞ്ചൽ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൽ കൂടുതലും വരുന്ന നമ്പർ നോക്കിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പം ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ആ നമ്പറുകൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഏഞ്ചൽ നമ്പേഴ്സ് ശരിക്കും നമ്മൾ കാണുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മെസ്സേജാണ്. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഏഞ്ചൽസ് അല്ലെങ്കിൽ നമ്മുടെ ഗാർഡിയൻ ഏഞ്ചൽസ് നമുക്ക് ഉണ്ടാകുമല്ലോ, അവർ നമ്മൾക്ക് തരുന്ന ഒരു മെസ്സേജാണത്. ഇപ്പം നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണല്ലോ അല്ലേ, ഉള്ളവരുണ്ടാകും ഇല്ലാത്തവരുണ്ടാകും. അപ്പം നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവത്തെ ഒരിക്കലും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ യൂണിവേഴ്സ് നമ്മൾ പറയും ഒരു ശക്തി ഉണ്ടെന്നുള്ളത്, ഒരിക്കലും നമ്മൾ ആ ഒരു ശക്തിനെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾക്ക് എല്ലാം തരും അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം അത് കണ്ടിട്ടല്ല നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നത്. ഒരു പോസിറ്റീവ് കാര്യങ്ങൾ നമുക്ക് തരുമ്പം അത് ആ ഒരു ശക്തി തന്നതാണെന്ന് പറഞ്ഞ് നമ്മൾ നന്ദിയൊക്കെ പറയും. അപ്പം അതുപോലെ തന്നെ ഗാർഡിയൻ ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല, പക്ഷെ അവർ നമ്മൾക്ക് തരുന്ന മെസ്സേജ്, അപ്പോൾ അവർ കാണാൻ മുന്നിൽ വന്നിട്ടൊന്നും അവർ പറയത്തില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യത്തിലൂടെ അവർ ചില സൈനുകൾ നമുക്ക് തരും. അത് തന്നെയാണ് ഈ ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ നമ്പേഴ്സിനും ഓരോ മീനിങ്സ് ഉണ്ട്. അത് എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിലേക്ക് അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ ചില പ്രതിസന്ധികളിൽ നിൽക്കുമ്പം നമുക്ക് ആൻസർ കിട്ടുന്നില്ല, എവിടെ നിന്നും ആൻസർ കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്താകും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി, നമുക്ക് കുറേ ദിവസം എടുക്കുന്നു നമുക്ക് റിസൾട്ട് കിട്ടാൻ, അല്ലെങ്കിൽ അങ്ങനെ ചില കാര്യങ്ങളിൽ ആൻസർ കിട്ടാതെ ആകുമ്പോൾ, അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് അതിനുള്ളൊരു ആൻസർ ആയിട്ടാണ് നമുക്ക് ഈ ഏഞ്ചൽ നമ്പേഴ്സ് നമ്മളുടെ മുന്നിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ഒരു സ്പിരിച്വാലിറ്റിയിൽ നിന്ന് കുറച്ച് വിട്ട് നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അലമ്പ് കാണിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും കാണുന്ന ഒരു നമ്പറാണ് 1111 എന്ന് പറയുന്നത്. എൻ്റെ ഫേവറേറ്റ് നമ്പറാണ് 1111 എന്ന് പറയുന്നത്. അപ്പം ഞാനതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണും. ഞാൻ ഫോണിലെ സമയമായിട്ടോ അല്ലെങ്കിൽ ടൈം അങ്ങനെയല്ല, ഞാൻ എവിടെയെങ്കിലും നോട്ട്ബുക്കിൽ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും വണ്ടി നമ്പറൊക്കെ ഞാൻ കാണാം ഏതെങ്കിലുമൊക്കെ. അപ്പം അങ്ങനെ ഞാൻ കാണാറുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് മെസ്സേജാണത്. അത് ആ ഒരു നമ്പർ മെയിനായിട്ട് സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മൾ നയിക്കുന്ന ഒരു കാർഡാണ്. നിങ്ങളുടെ സമയമാണ്, നിങ്ങൾ നിൽക്കൂ, നിങ്ങൾ ഇറങ്ങൂ എന്നൊക്കെ പറയുന്ന ഒരു കാർഡാണ്. അപ്പം അത് കാണുമ്പം എനിക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു നമ്മളെ ബേക്കിൽ നിന്ന് ഫോഴ്സ് ചെയ്യുക, നമുക്കൊരു സപ്പോർട്ട് കിട്ടുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ആ മീനിങ് എന്താണ്, അത് പോസിറ്റീവ് ആയിട്ടുള്ളത് മാത്രമല്ല, നെഗറ്റീവ് മീൻസ് നമ്മൾക്ക് ഉത്തരം തരുന്ന, അല്ലെങ്കിൽ നമ്മൾ മോശം വഴിയിലൂടെയാണ് പോകുന്നത്, അല്ലെങ്കിൽ അത് മോശമാണ് എന്ന് പറഞ്ഞു തരുന്ന ഏഞ്ചൽ നമ്പേഴ്സും ഉണ്ട്. അപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന നമ്പേഴ്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടാം.